Recording in progress. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. HDCയുടെ 4-ാം യാമത്തിൻ്റെ മീറ്റിങ്ങിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃഭൃത്യന്മാർക്കും പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടിയ പ്രിയ കുഞ്ഞുങ്ങളെല്ലാവർക്കുമുള്ള ക്രൈസ്തവ വന്ദനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വന്യ പരിശുദ്ധ നാമത്തിൽ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് സാധാരണയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന വിഷയമാണ്. ഇന്ന് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സന്ദേശത്തിലേക്കാണ് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മുടെ വിഷയപഠനം അവസാനിച്ചിട്ടില്ല. വരുന്ന ക്ലാസ്സിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. ഇന്ന് കേരളത്തിലും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഓണം ആഘോഷിക്കുന്ന ഒരു പകലാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മളിന്ന് ആ പഠനത്തിലേക്ക് പ്രവേശിക്കുക, അതൊരു സന്ദേശത്തിലേക്ക് പ്രവേശിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മൾ ആ സന്ദേശത്തിനു വേണ്ടി പത്രോസിൻ്റെ 2-ാം ലേഖനം, ദയവായി ബൈബിളുള്ളവരെല്ലാവരും ബൈബിൾ തുറന്ന് പത്രോസിൻ്റെ 2-ാം ലേഖനം 2 പീറ്റർ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾ മൗനമായ വാക്യങ്ങളൊന്ന് എൻ്റെ കൂടെ വായിക്കാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. എല്ലാവരും വായിച്ചെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വചനത്തിലേക്കൊന്ന് നമ്മുടെ ചിന്തയെ ഒന്ന് തിരിക്കാമെന്ന് കർത്താവ് ശരണപ്പെടുന്നു. എല്ലാവരും ദയവായി ആ ഭാഗം ഒന്ന് പരിശോധിക്കാൻ ഓർപ്പിക്കുന്നു. എന്താണ് പത്രോസ്ലീഹ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ഈ 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും പറയാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മളൊരു ദൂതിലേക്ക് കയറുകയാണ്. ഈ ദൂത് അടുത്ത മീറ്റിങ്ങുകളുമൊക്കെ തുടരും. ഇത് ഇന്നുകൊണ്ട് തീരുന്നൊരു സന്ദേശമല്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിർബന്ധമായും ഈ ദൂതിൻ്റെ കണ്ടിന്യൂഷൻ കൂടെ കേൾക്കേണ്ടത് അനിവാര്യമാണെന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾക്ക് ആ കാലഘട്ടങ്ങളിൽ പീഡനങ്ങളൊക്കെ ഏറിയപ്പോൾ, ഉപദ്രവങ്ങളൊക്കെ ഏറിയപ്പോൾ അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാണ് പൊതുവെ പത്രോസ് തൻ്റെ ലേഖനങ്ങൾ എഴുതിയത്. അതുകൊണ്ട് തന്നെ പത്രോസിൻ്റെ ലേഖനത്തെ പ്രത്യാശയുടെ ലേഖനമെന്നൊക്കെയാണ് വേദചിന്തകന്മാർ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം, ഈ ലോകത്തിൽ ഭക്തിയോടെ ജീവിക്കാൻ വേണ്ട
എല്ലാ വിഭവങ്ങളും അല്ലെങ്കിൽ റിസോഴ്സസുകളും ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്നാണ്. ഈ 4 വാക്യങ്ങളിൽ അതാണ് വ്യക്തമാക്കുന്നത്. ഈ ലോകത്തിൽ ഭക്തിയോടെ ജീവിപ്പാൻ നമുക്ക് വേണ്ട എല്ലാ റിസോഴ്സസുകളും വിഭവങ്ങളും ദൈവം തന്നിരിക്കുകയാണ്. അതേതൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. 5 റിസോഴ്സസുകൾ നമുക്ക് ഭക്തിയോടെ ജീവിക്കാൻ ദൈവം തന്നിരിക്കുകയാണ്. അതിലൊന്നാമത്തേത് വിശ്വാസമാണ്. അത് നിങ്ങൾക്ക് 1-ാം വാക്യത്തിൽ വ്യക്തമായി കാണാം. നമുക്ക് ഈ ലോകത്തിൽ ഭക്തിയോടെ ജീവിപ്പാൻ ദൈവം നൽകിയ റിസോഴ്സസിൽ ഒന്നാമത്തേത് വിശ്വാസമാണ്. വിശ്വാസം ദൈവം നമുക്ക് തന്നു. 2, വിളി നമുക്ക് തന്നു. 3-ാം വാക്യത്തിൽ അത് വ്യക്തമാണ്, നമ്മെ വിളിച്ചവൻ്റെ. 3, ദൈവശക്തി നമുക്ക് തന്നു. ദൈവശക്തി നമുക്ക് തന്നു. അതും നമുക്ക് ആ 3-ാം വാക്യത്തിൽ കാണാം, അവൻ്റെ ദിവ്യശക്തി എന്ന് പറയും. 4, ദിവ്യ സ്വഭാവം നമുക്ക് തന്നു. 4-ാം വാക്യത്തിൽ ഇത് കാണാം. 5, വാക്തത്വവും നമുക്ക് തന്നു. അപ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നു. എന്തിനാ തന്നിരിക്കുന്നത്? ഈ ലോകത്തിൽ ദൈവഭക്തിയിൽ ജീവിപ്പാനുള്ള 5 റിസോഴ്സസുകൾ ദൈവാത്മാവ് തന്നിരിക്കുകയാണ്. 1, വിശ്വാസം നമുക്ക് തന്നു. 2, വിളി ദൈവം നമുക്ക് തന്നു. 3, ദൈവശക്തി നമുക്ക് തന്നു. 4, ദിവ്യ സ്വഭാവം നമുക്ക് നൽകി തന്നു. 5, വാക്തത്വം നമുക്ക് നൽകി തന്നു. ഈ 5 റിസോഴ്സസുകൾ നമുക്ക് നൽകി തന്ന് ഈ ലോകത്തിൽ ദൈവഭക്തിയോടെ ജീവിക്കാൻ ദൈവം നമുക്ക് നൽകി തന്ന 5 റിസോഴ്സസുകളാണ്. ഇത് 5നെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഏറെ ദിവസങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് ഇതിനകത്തുനിന്ന് ഈ 5 റിസോഴ്സസുകൾക്കകത്തുനിന്ന് ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ പോകുന്നത്. എൻ്റെ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ ഈ 5 റിസോഴ്സസിൽ നിന്ന് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് 5ാമതായി പറഞ്ഞ റിസോഴ്സസാണ്. വാക്തത്വം എന്ന റിസോഴ്സസിനെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. വാക്തത്വത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഒന്നാമത്തെ ഈ പഠനം കൊണ്ട് അല്ലെങ്കിൽ ഈ വചന സന്ദേശം കൊണ്ട് തീരത്തില്ല. അടുത്ത ദിവസങ്ങളിൽ നമ്മളത് കണ്ടിന്യൂഷൻ ചെയ്യും. വാക്തത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദൈവഭക്തിയോടെ ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വങ്ങളെ 4-ാം വാക്യം വിശേഷിപ്പിക്കുന്നത് അതിമഹത്തായതും വിലയേറിയതുമായ വാക്തത്വങ്ങൾ എന്നാണ്. അപ്പോൾ ദൈവഭക്തിയോടെ ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന വാക്തത്വങ്ങൾ വിലയേറിയതും അതിമഹത്തായതുമായ വാക്തത്വമാണ്. പ്രീഷ്യസ് ആൻഡ് മോസ്റ്റ് മാഗ്നിഫിസൻറ്റ് പ്രോമിസസ്. പ്രീഷ്യസ് ആൻഡ് മോസ്റ്റ് മാഗ്നിഫിസൻറ്റ് പ്രോമിസസ്. ആ വാക്തത്വത്തിൻ്റെ ഇമ്പോർട്ടൻസിനെയും പ്രാധാന്യത്തെയും ബോധ്യപ്പെടുത്താനാണ് അവിടെ വിലയേറിയതും അതിമഹത്തായതുമായ വാക്തത്വം എന്ന് കൊടുത്തിരിക്കുന്നത്.
സ്തോത്രം. പ്രീഷ്യസ് ആൻഡ് മോസ്റ്റ് മാഗ്നിഫിഷൻറ്റ് പ്രോമിസസ്. പ്രൈസ് ഗോഡ്. ഇനി നമുക്ക് നോക്കാം, എന്താണ് ഈ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വളരെ പരിചയമുള്ള വാക്കാണ് വാഗ്ദത്തം. ഈ ഒരു പദം പറയാത്ത ഒരൊറ്റ യോഗമെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് എന്താണ് വാഗ്ദത്തം എന്നുള്ളതിൻ്റെ ഒരു നിർവചനം നമ്മളൊന്ന് ചിന്തിച്ചു പോയാലേ നമുക്ക് പറ്റുകയുള്ളൂ. നമുക്കതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. എന്താണ് വാഗ്ദത്തം എന്നുള്ളതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ഡിക്ലറേഷൻ ഓഫ് ഗോഡ്സ് ഇൻറ്റൻഷൻ വിത്ത് ഇംപ്ലിക്കേഷൻ ടു ക്യാരി ദം ഔട്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഡിക്ലറേഷൻ ഓഫ് ഗോഡ്സ് ഇൻറ്റൻഷൻ വിത്ത് ഇംപ്ലിക്കേഷൻ ടു ക്യാരി ദം ഔട്ട്. അതിനെ നമ്മളൊന്ന് മലയാളവൽക്കരിച്ചാൽ എന്താണ് വാഗ്ദത്തങ്ങൾ എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരം നമുക്കവിടെ ലഭിക്കും. നിവർത്തിപ്പാനുള്ള പ്രതിബദ്ധതയോടുകൂടെ, അല്ലെങ്കിൽ ചെയ്യാനുള്ള പ്രതിബദ്ധതയോടുകൂടെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് വാഗ്ദത്തങ്ങൾ. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, എന്തു ചെയ്യാനാണോ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ദൈവം പ്രഖ്യാപിക്കുകയും അതിൻ്റെ കൂടെ അത് നിറവേറ്റാനുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധതയുടെ പ്രഖ്യാപനവുമാണ് വാഗ്ദത്തങ്ങൾ. ഇനി മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞാൽ, നിവർത്തിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ പ്രഖ്യാപനമാണ് വാഗ്ദത്തങ്ങൾ. നിങ്ങളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് ചുമ്മാതെ അത് പറയുകയല്ല, അതിനെ അങ്ങനെ കണക്കാക്കരുത്. പിന്നെ നിവർത്തിക്കും, എന്നോടാകട്ടെ നിങ്ങളോടാകട്ടെ ദൈവം ഒരു വാഗ്ദത്തം പറയുമ്പോൾ അത് വെറുതെ പറയുകയല്ല, പിന്നെ നിവർത്തിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ ദൈവം നമ്മിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ ആ പ്രഖ്യാപനമാണ്, ദൈവം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ പ്രഖ്യാപനമാണ് വാഗ്ദത്തങ്ങൾ. ഇറ്റ്സ് ക്ലിയർ ആയെന്ന് ചിന്തിക്കുന്നു. ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ വാഗ്ദത്തം എന്നതിന് മൂലഭാഷയായ ഗ്രീക്കിൽ നിങ്ങൾ പരിശോധിച്ചാൽ, ഈ മൂലഭാഷയായ ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ, ഈ ഗ്രീക്ക് പുതിയ നിയമം എഴുതിയ ഗ്രീക്ക് കൊയ്നോയ എന്ന് പറയുന്ന ഒരു ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതുന്നത്. അതിൽ 3 തരത്തിലുള്ള ഗ്രീക്കുകളുണ്ട്. ഈ കൊയ്നോയ ഗ്രീക്കിനകത്ത് തന്നെ 3 തരത്തിലുള്ള ഗ്രീക്കുകളുണ്ട്. ഒന്ന് ക്ലാസിക്കൽ കൊയ്നോയ ഗ്രീക്ക് എന്നാണ് പറയുന്നത്. ക്ലാസിക്കൽ, അതായത് ഉയർന്ന തട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്ന ഗ്രീക്കാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ എഴുതിയത് ആ ഗ്രീക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലൂക്കോസ് ഒരു ഫിസിഷ്യനായിരുന്നല്ലോ, വൈദ്യൻ. അതുകൊണ്ട് അദ്ദേഹം ഉയർന്ന തട്ടിലുള്ള ആളുകളോട് സംസാരിക്കുന്ന രീതിയിലുള്ളൊരു ക്ലാസിക്കൽ കൊയ്നോയ ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. 2 കോൺവെർസേഷണൽ കൊയ്നോയ ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ സംസാര ഭാഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രീക്കാണ്. എനിക്ക് തോന്നുന്നു പൗലോസിൻ്റെ ലേഖനങ്ങൾ മിക്കവാറും അതൊക്കെ ഈ കോൺവെർസേഷണൽ കൊയ്നോയ ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നതാണ് എൻ്റെ ചിന്ത. 3 വൾഗർ കൊയ്നോയ ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും താണ
ഒരു ഗ്രീക്കാണത്. സ്തോത്രം. ഇതിലിവിടെ ഈ വാക്തത്വങ്ങൾ എന്നുള്ളത് മൂലഭാഷയിൽ ക്ലാസിക്കൽ കൊയ്നോയ ഗ്രീക്കിലെ പബ്ലിക് അനൗൺസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാക്തത്വങ്ങൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലാസിക്കായിട്ടുള്ള ഗ്രീക്കിൽ ശക്തമായ രീതിയിൽ പരസ്യമായി നടത്തുന്ന ഒരു പ്രഖ്യാപനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് വാക്തത്വം എന്നുള്ളതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പബ്ലിക് അനൗൺസ്മെൻറ്റ്. അപ്പോൾ ദൈവം നമ്മോടൊരു വാക്തത്വം പറയുമ്പോൾ അത് രഹസ്യമല്ല, അത് പബ്ലിക് അനൗൺസ്മെൻ്റാണ്. സ്തോത്രം. ഇവിടെ പത്രോസ് തന്നെ വാക്തത്വത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ പ്രധാനമായും പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം വിലയേറിയത് എന്നുള്ളതാണ്, പ്രീഷ്യസ് എന്നുള്ളതാണ്. വിലയേറിയതാണ് അല്ലെങ്കിൽ പ്രീഷ്യസ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അതിമഹത്തായതുമായ വാക്തത്വങ്ങൾ. ഈ 2 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമല്ല. ഒന്ന്, വിലയേറിയതാണ്. വാക്തത്വത്തെക്കുറിച്ചുള്ള പത്രോസിൻ്റെ 2 അതിപ്രധാന പരാമർശമാണ്. ഒന്ന്, വിലയേറിയതാണ്. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ വിലയേറിയതാണ്, പ്രീഷ്യസ് ആണ്. 2, അത് അതിമഹത്തായ വാക്തത്വമാണ്, മാഗ്നിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ അതിമഹത്തായ വാക്തത്വം എന്നുള്ളതിനെ ഒന്ന് പരിശോധിച്ചപ്പം മാഗ്നിഫിഷ്യൻ്റ് എന്നൊരു പദമാണ് ഒരു തർജ്ജിമയിൽ കൊടുത്തിരിക്കുന്നത്. KJVയിലൊന്നും അതിലെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു NLTയോ NETയോ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു തർജ്ജിമയിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, മാഗ്നിഫിഷ്യൻ്റ്. ഈ മാഗ്നിഫിഷ്യൻ്റ് എന്നതിൻ്റെ അർത്ഥം, നമ്മൾ ഈ മെഗാ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, മെഗായുടെ സൂപ്പർലേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് മാഗ്നിഫിഷ്യൻ്റ് എന്നുള്ളത്. എന്താ മെഗാ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, മെഗാ കൺവെൻഷൻ, മെഗാ ബമ്പർ ലോട്ടറി. അപ്പോൾ എന്താ മെഗാ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഏറ്റവും വലുത് എന്നുള്ളതാണ് മെഗാ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ മെഗാ എന്നുള്ള വാക്കിൻ്റെ സൂപ്പർലേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് മാഗ്നിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അർത്ഥം എന്താ? മെഗായുടെ മുകളിലുള്ള ഏറ്റവും വലുതിൻ്റെയും മഹത്തരമായതിൻ്റെയും എന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉയർന്ന വാക്കാണ് മാഗ്നിഫിഷ്യൻ്റ് എന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ വിലയേറിയതും ഏറ്റവും വളരെ ഉയർന്നതുമാണ്. ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ വിലയേറിയതും അത് ഏറ്റവും ഉയർന്നതും ആകുന്നു. സ്തോത്രം. ഇനി ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ വാക്തത്വം വിലയേറിയതും അതിമഹത്തായതുമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വാക്തത്വം വിലയേറിയതും അതിമഹത്തായതുമായി ഇരിക്കുന്നത്?
ഈ വാക്തത്വം വിലയേറിയതും അതിമഹത്തായതുമായിരിക്കുന്നതിൻ്റെ രണ്ട് കാരണങ്ങൾ. ഒന്ന്, അതിമഹത്തായ വലിയവനായ ദൈവത്തിൽ നിന്ന് വരുന്ന വാക്തത്വങ്ങളാണിത്. അതുകൊണ്ടാണ് ഇത് വിലയേറിയതും അതിമഹത്തായതുമായ വളരെ ഉയർന്നതുമായ എന്ന പദവിയിൽ ഈ വാക്തത്വങ്ങൾ ഇരിക്കുന്നത്. അതിൻ്റെ കാരണം ഒന്ന്, ഇത് വലിയവനായ ദൈവത്തിങ്കിൽ നിന്ന് വരുന്ന വാക്തത്വങ്ങളാണ്. രണ്ട്, മഹത്തായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന വാക്തത്വങ്ങളുമാണ് ഇത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ വാക്തത്വങ്ങൾ വിലയേറിയതും അതിമഹത്തായതുമാണ്. സ്തോത്രം. ഈ വാക്തത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത്യാവശ്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്ത് പ്രാർത്ഥിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. ഭക്തിയായി ജീവിക്കാനാണ് ദൈവം ഈ വാക്തത്വങ്ങളൊക്കെ തന്നിരിക്കുന്നത്, അത് മറന്നു പോകരുത്. സ്തോത്രം. പക്ഷെ നമ്മൾ ഈ വാക്തത്വങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലം, നമുക്ക് എണ്ണാൻ കഴിയാത്തതുപോലെയുള്ള വാക്തത്വങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ വാക്തത്വങ്ങളെ വേണ്ടതുപോലെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ ഈ വാക്തത്വങ്ങളെ അവകാശപ്പെടുത്തുന്നതുമില്ല എന്നുള്ളതാണ്. സ്തോത്രം. വാക്തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. വാക്തത്വം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വേണ്ടതുപോലെ തിയററ്റിക്കലായി നമ്മൾ വാക്തത്വങ്ങളെക്കുറിച്ചൊക്കെ വാദോരാതെ പറയുമെങ്കിലും പ്രായോഗികമായി നമ്മൾ വേണ്ടതുപോലെ ഈ വാക്തത്വങ്ങളെ വിശ്വസിക്കുന്നില്ല. രണ്ട്, നമ്മളിതിനെ അവകാശമാക്കുന്നതും ഇല്ല. ജോൺ ബെനിയൻ എന്ന് പറയുന്ന കർത്തൃദാസൻ, എല്ലാവർക്കും സുപരിചിതന, പരദേശി മോക്ഷയാത്രയുടെ എഴുത്തുകാരൻ. അദ്ദേഹം ഈ വാക്തത്വങ്ങളെക്കുറിച്ച് പറയുന്നത്, ഒരു ക്രിസ്ത്യാനിയുടെ വഴി നിറയെ വാക്തത്വങ്ങൾ ചിതറിക്കിടക്കുകയാണ്. അതിൽ ചവിട്ടാതെ ഒരു വിശ്വാസിക്കും നടക്കുവാനോ മുന്നോട്ട് പോകാനോ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര നല്ല സ്റ്റേറ്റ്മെൻറ്റാണ് നോക്കി. ഒരു ക്രിസ്ത്യാനിയുടെ വഴി നിറയെ വാക്തത്വങ്ങൾ ചിതറിക്കിടക്കുകയാണ്. അതിൽ ചവിട്ടാതെ ഒരു ക്രിസ്ത്യാനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. വാക്തത്വങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള ചിന്തകന്മാരുടെ അഭിപ്രായങ്ങളുണ്ട്. അതിലെനിക്ക് വിശ്വസനീയമായി തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു വേദചിന്തകൻ പറഞ്ഞിരിക്കുന്നത് 30,000-ഓളം വാക്തത്വങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട് എന്നാണ്. ഏറെക്കുറെ വിശ്വസിക്കാവുന്നൊരു കാര്യമാണ്. 30,000-ഓളം വാക്തത്വങ്ങൾ തിരുവെഴുത്തിലുണ്ടെന്നുള്ളതാണ്. കാരണം ഇതിനോട് അടുത്ത ചില കണക്കുകൾ വേറെ ചില ആളുകൾ പറയുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ടാണ് ഇത് വിശ്വസിക്കാവുന്ന കാര്യമാണെന്ന് പറയുന്നത്. ഈ 30,000-ഓളം വാക്തത്വങ്ങളിൽ പലതും നമുക്കറിയാവുന്നതല്ലേ? ഈ 30,000-ഓളം തിരുവെഴുത്തിൽ പറയുന്ന വാക്തത്വങ്ങളിൽ പല വാക്തത്വങ്ങളും നമുക്ക് കാണാപ്പാടല്ലേ? എന്താ? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, എന്നാൽ അവയോടുകൂടെ ഇവയൊക്കെ. പിന്നെ നമ്മളെ ഇഷ്ടം പോലെ വാക്തത്വങ്ങളിൽ എപ്പോഴും പറയാറുള്ളതാണ് എന്ത്? നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ.
തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം നമ്മെ അനുഗ്രഹിക്കുമെന്ന്. നീതിമാൻ ഒരു നാൾ കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കുകയില്ലെന്ന്. ചുരുക്കം പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രയാസമൊക്കെ വരുമ്പം നിരവധി വാഗ്ദത്തങ്ങൾ പറയാറുണ്ട്. 91 സങ്കീർത്തനമാകട്ടെ, ഒക്കെ ഒത്തിരി വാഗ്ദത്തങ്ങൾ. ഈ 30,000 വാഗ്ദത്തങ്ങൾക്ക് അത് പെടുന്നതാണ് ഇതെല്ലാം. 30,000-ഓളം വാഗ്ദത്തമുണ്ട്. അതിൽ ഭൂരിഭാഗം വാഗ്ദത്തങ്ങൾ നമുക്കറിയാവുന്നതും നമ്മൾ പല സന്ദർഭങ്ങളിൽ പറയുന്നതൊക്കെയാണ്. സ്തോത്രം. പക്ഷേ പ്രോബ്ലം, തിയററ്റിക്കലായി നമ്മൾ വാദോരാദി വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറയുന്നെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഇതൊന്നും പലപ്പോഴും നാം വിശ്വസിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അത് വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് നമുക്കതിനെ അവകാശമാക്കി തീർക്കുവാനും കഴിയാതെ വരുന്നത്. വാഗ്ദത്തം കിട്ടിയ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം ലഭിച്ച വാഗ്ദത്തത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വാഗ്ദത്തം കിട്ടിയൊരു വിശ്വാസിയുടെ പ്രധാന ഉത്തരവാദിത്വം ലഭിച്ച വാഗ്ദത്തത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇനി ഞാനിങ്ങനെ ഈ ഭാഗത്തെക്കുറിച്ച്, ഈ വാഗ്ദത്തത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു ചിന്ത, ഒരു വാഗ്ദത്തം ഒരാൾ വിശ്വസിക്കണമെങ്കിൽ അതിന് 2 ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഏറ്റവും പ്രധാന വിഷയം വാഗ്ദത്തമുണ്ട്, പക്ഷേ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രശ്നമായ നമുക്കതിനെ അവകാശമാക്കാൻ കഴിയാതെ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ കഴിയാത്തതെന്നുള്ളതിൻ്റെ ഒരു റീസണാണ് ഞാൻ പറയുന്നത്. റീസൺ മറ്റൊന്നുമല്ല, ഒരു വാഗ്ദത്തത്തെ സംബന്ധിച്ച് നമ്മൾ ആ വാഗ്ദത്തം വിശ്വസിക്കണമെങ്കിൽ അതിന് 2 ക്രൈറ്റീരിയ ഉണ്ടാകണം. ഒന്നാമത്തെ ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്നല്ലെങ്കിൽ 2 വ്യവസ്ഥ ഉണ്ടാകണം. നമുക്ക് ആ വാഗ്ദത്തം വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ 2 വ്യവസ്ഥ ഉണ്ടാകണം. ഒന്ന്, വാഗ്ദത്തം പറഞ്ഞ ആളുടെ സ്വഭാവമാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. 2, വാഗ്ദത്തം പറഞ്ഞ ആളുടെ കഴിവാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. ഇത് രണ്ടും വെച്ചാണ് ഒരു വാഗ്ദത്തത്തെ വിശ്വസിക്കാൻ പറ്റുന്നത്. സ്തോത്രം. ഉദാഹരണം പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾ നിങ്ങളോട് പറയുകയാണ്, ബ്രദർ അടുത്ത ആഴ്ച എൻ്റെ വീട്ടിലോട്ട് വാ, ഞാൻ ഒരു 50,000 രൂപ തരാം. ഒരു വാഗ്ദത്തം പറഞ്ഞു, ഒരു മനുഷ്യൻ പ്രോമിസ്. അപ്പോൾ നമ്മൾ ഇത് കേട്ടു, ഈ പ്രോമിസ് നമ്മൾ കേട്ടു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ 2 ക്രൈറ്റീരിയ ചെക്ക് ചെയ്യും. എന്ത്? ഈ പ്രോമിസസ് പറഞ്ഞ ആളുടെ സ്വഭാവം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യും. അത് വെച്ചാൽ ഇത് വിശ്വസിക്കാമോ നോക്കുന്നത്. ചിലർ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അയാളിങ്ങനെ പറയുന്നേ ഉള്ളൂ, അയാൾ ഒരു കാര്യവും ചെയ്യുകയില്ല. ഉണ്ടോ? അതയാളുടെ സ്വഭാവമാണ്. സ്തോത്രം. 2, നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യം അയാളുടെ കഴിവാണ്. ഈ 50,000 രൂപ തരാം എന്ന് പറഞ്ഞ ആൾക്ക് അത് തരാനുള്ള സോഴ്സ് ഉണ്ടോ, കഴിവുള്ള ആളാണോ എന്ന് നമ്മൾ നോക്കും. അല്ലെങ്കിൽ അത് വെറും പ്രോമിസസ് ആയിരിക്കും. ഈ 2 ക്രൈറ്റീരിയ, ഇയാളുടെ സ്വഭാവം, ഇയാൾ പറഞ്ഞാൽ ചെയ്യുന്ന ആളാണോ എന്നുള്ള സ്വഭാവവും അയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണോ എന്നുള്ള അയാളുടെ കഴിവും കൂടെ നോക്കിയിട്ടേ നമ്മൾ ഈ വാഗ്ദത്തത്തെ വിശ്വസിക്കൂ. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ വാഗ്ദത്തത്തെ അനലൈസ് ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ വാഗ്ദത്തം തരുന്ന ആളുടെ സ്വഭാവം
നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് പ്രശ്നമില്ല. വാഗ്ദത്തം തരുന്നയാളുടെ കഴിവിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയെങ്കിൽ നിന്നോട് വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നയാൾ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നീ വേണ്ട പോലെ മനസ്സിലാക്കിയാൽ, ആ ദൈവത്തിൻ്റെ കഴിവിനെക്കുറിച്ച് നീ വേണ്ട പോലെ മനസ്സിലാക്കിയാൽ, ഈ വാഗ്ദത്തം വിശ്വസിക്കാതിരിക്കാൻ യാതൊരു വിധമായ കാര്യങ്ങളും ഉണ്ടാകില്ല. കാരണം ഇത് വിശ്വസിച്ചേ മതിയാകൂ. എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്നത്? ആ വാഗ്ദത്തം നിന്നോട് പറഞ്ഞ ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള നിൻ്റെ അറിവുകേട് കൊണ്ടാണ്. ആ വാഗ്ദത്തം നിന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ കഴിവിനെക്കുറിച്ചുള്ള അറിവുകേട് കൊണ്ടാണ് പലപ്പോഴും നിനക്ക് ഈ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തത്. സ്തോത്രം. നമുക്ക് നോക്കാം, നമ്മളോട് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നോക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട്. സമയപരിമിതി കൊണ്ട് ചില വാക്യങ്ങൾ മാത്രം നോക്കാം. നമുക്ക് ആദ്യം നോക്കാം, നമ്മളോട് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് നോക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിലേക്ക് വരാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 19-ാമത്തെ വാക്യം. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ സത്യമേ പറയൂ. നിന്നോടൊരു കാര്യം ചെയ്യാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സത്യം മാത്രമേ പറയൂ. 2, അവൻ കൽപ്പിച്ചാൽ അവൻ ചെയ്തിരിക്കും. ഇത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വിശേഷതയാണ് ഈ വാക്യത്തിൽ പറയുന്നത്. 1, സത്യം മാത്രം പറയുന്ന സ്വഭാവമുള്ളൊരു ദൈവം. കൽപ്പിച്ചാൽ കൽപ്പിച്ചത് ചെയ്യുന്ന സ്വഭാവമുള്ള ദൈവം. നമ്മളോട് വാഗ്ദത്തം പറഞ്ഞവൻ്റെ സ്വഭാവമാണിത്. ഇനിയുമുണ്ട്. തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വന്നേ, നമുക്ക് നോക്കാം. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ഭോഷ്കില്ലാത്ത ദൈവം സകലകാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ്റെ പ്രത്യാശ ഹേതുവായി. ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവം പറയുന്നു ഭോഷ്കില്ലാത്ത ദൈവം. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അതിന് ഭോഷ്കില്ലാത്ത ദൈവം എന്നതിന് വിച്ച് ഗോഡ് ദാറ്റ് കനോട്ട് ലൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നുണ പറയാത്ത ദൈവം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ദൈവം നുണ പറയാത്ത ദൈവമാണ്. എബ്രായലേഖനം 6:18 നിങ്ങൾ വരുമ്പോൾ അവിടെയും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. എബ്രായർ 6:18 പറയുന്നു, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിൻ്റെ ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ. ഇവിടെയും പറയുന്നു ദൈവം ഭോഷ്ക് പറയാത്തവനാണ്. സ്തോത്രം. which it was impossible for God to lie. നുണ പറയാത്തൊരു ദൈവം. നിന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം സത്യം മാത്രം പറയുന്ന ദൈവം, കൽപ്പിച്ചാൽ നിവർത്തിക്കുന്ന സ്വഭാവമുള്ള ദൈവം, നുണ പറയാത്ത ഒരു ദൈവം. ഇങ്ങനെ ഒരു ദൈവമാണ് നിന്നോട് വാഗ്ദത്തം പറഞ്ഞത്. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം പറഞ്ഞവൻ്റെ സ്വഭാവം ഇതാണ്. ഇനി അത് മാത്രമല്ല, 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവം. വിശ്വസ്തനായ ദൈവം എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം മാറ്റി പറയുന്നവനല്ലവൻ. അവൻ വിശ്വസ്തനാണ്.
ആമേൻ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒത്തിരി കാര്യങ്ങളുണ്ട്. യെശയ്യാ പ്രവചനം 46 അധ്യായത്തിൻ്റെ 11 വാക്യത്തിലേക്ക് വന്ന് അവിടെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. യെശയ്യാ പ്രവചനം 46:11 പറയുന്നു, ഞാൻ അതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് മാത്രം, ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. ദൈവം പറയുന്നു, എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ നിരൂപിച്ചത് ഞാൻ അനുഷ്ഠിക്കും, അല്ലെങ്കിൽ ഞാൻ നിവർത്തിക്കും. ഇതാ ദൈവത്തിൻ്റെ സ്വഭാവം. എഗസ്കേൽ പ്രവചനത്തിലേക്ക് വന്നാൽ 24 അധ്യായം, എഗസ്കേൽ പ്രവചനം 24 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ മനോഹരമായൊരു പദമുണ്ട്. 14 വാക്യത്തിൽ, യഹോവയായി ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, അത് സംഭവിക്കും, ഞാൻ അത് അനുഷ്ഠിക്കും, ഞാൻ പിന്മാറുകയില്ല. ദൈവം പറഞ്ഞ കാര്യത്തിൽ നിന്ന് അവൻ ഒരു വാക്ക് ഒരടി പിന്മാറത്തില്ല. ഇന്ന് ഈ തിരുവെഴുത്ത് ശ്രദ്ധിക്കുന്നവർ, സൂമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ആയി കേൾക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ കേട്ട വാക്തത്വം, അത് പ്രവാചകന്മാരിലൂടെയോ ദൈവവചനത്തിലൂടെയൊക്കെയായി നിങ്ങൾ കേട്ട വാക്തത്വം ദൈവിക വാക്തത്വമാണെങ്കിൽ ഈ വാക്തത്വത്തെ നിനക്ക് 100% വിശ്വസിക്കാൻ. കാരണം വാക്തത്വം പറഞ്ഞവൻ്റെ സ്വഭാവം, അവൻ സത്യം മാത്രം പറയുന്നവൻ, നുണ പറയാത്തവൻ, കൽപ്പിച്ചാൽ നിവർത്തിക്കുന്നവൻ, പറഞ്ഞ വാക്കിൽ നിന്ന് മാറ്റിപ്പറയാതെ വിശ്വസ്തനായവൻ, ഒരു പടി പോലും പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറാത്ത ഒരുവനാണ് നിന്നോട് വാക്തത്വം ചെയ്തതെങ്കിൽ അതിൻ്റെ സമയത്ത് കൃത്യമായി സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് 100% നിനക്ക് ദൈവിക വാക്തത്വങ്ങളിൽ വിശ്വസിക്കാം. സ്തോത്രം. 2, രണ്ടാമത്തെ ക്രൈറ്റീരിയ കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. വാക്തത്വം ചെയ്തവൻ്റെ കഴിവെന്താണ്? അവന് കഴിവുണ്ടോ നോക്കാം. സ്തോത്രം. പല ആളുകളും വാക്തത്വം പറയുന്നുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളും വാക്തത്വം പറയുന്നുണ്ട്, പക്ഷേ അവർക്കത് ചെയ്യാനുള്ള കഴിവില്ല. സ്തോത്രം. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ കഴിവ് വളരെ വലുതാണ്. ചില വാക്യങ്ങൾ മാത്രം പരിശോധിക്കാം. ഫിലിപ്പിയ ലേഖനം 3 അധ്യായത്തിൻ്റെ 21 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുന്നൊരു പദപ്രയോഗമുണ്ട്. സ്തോത്രം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. നോക്കിയേ, നമ്മുടെ ദൈവത്തിൻ്റെ കഴിവെന്താ? സകലവും കീഴ്പ്പെടുത്തുവാനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. സകലവും. സ്തോത്രം. ഇതിനപ്പുറത്ത് നമ്മുടെ ദൈവത്തിൻ്റെ കഴിവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം സകലവും എന്നുള്ളതിനകത്ത് എല്ലാം ഉണ്ട്. സകലവും കീഴ്പ്പെടുത്താനുള്ള കഴിവ് അവനുണ്ട്. അതുമാത്രമല്ല, സ്തോത്രം, ഈ ദൈവത്തിൻ്റെ കഴിവിനെ പറയുന്ന രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എഫേസ്യ ലേഖനം 3 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 20 വാക്യത്തിൽ പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. മനസ്സിലായില്ലേ? ഈ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നീ ചോദിച്ചതും ചോദിക്കാത്തതും, നീ മനസ്സിനകത്ത് നനച്ചതും നനയ്ക്കാത്തതും, ചോദിച്ചതിനെക്കാട്ടിലും നനച്ചതിനെക്കാട്ടിലും അത്യന്തം പരമായി ചെയ്യാൻ കഴിവുള്ള ദൈവം. നമ്മുടെ ദൈവം കഴിവുള്ള ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം കഴിവുള്ള ദൈവമാണ്. സ്തോത്രം. തീർന്നില്ല.
യെശയ്യാപ്രവചനത്തിൽ നിന്ന് വീണ്ടും മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദൈവത്തിൻ്റെ കഴിവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. യെശയ്യാപ്രവചനം 42-ാം അധ്യായം 5-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവം തന്നെക്കുറിച്ച് തന്നെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ചെയ്യാൻ കഴിവുള്ള ദൈവമാണെന്നാണ് പറഞ്ഞത്. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തെ സൃഷ്ടിച്ചു വിരിച്ചവൻ, ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും മുഴുവൻ പരത്തുന്നവൻ, ജനത്തിലെ മുഴുവൻ ശ്വാസം കൊടുക്കുന്നവൻ, അതിൽ നടക്കുന്നവർക്ക് പ്രാണനെ കൊടുക്കുന്ന ദൈവം. ഇത് മുഴുവൻ ചെയ്യാൻ ഞാൻ സേവിക്കുന്ന ദൈവം കഴിവുള്ള ദൈവമാണ്. ഷുഡാമാൻ അഹംദൽ. ഒരു നല്ല സ്വോത്രം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും കഴിവുള്ള ദൈവമാണ് നിന്നോട് പ്രോമിസസ് പറയുന്നത്. സ്തോത്രം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒക്കെ ഒരു പദപ്രയോഗമുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. നോയിക്കേ, എന്താ ദൈവത്തിൻ്റെ പ്രത്യേകത? സകല ജീവജാലങ്ങളെയും പുലർത്തുന്ന ഒരു ദൈവം. സങ്കീർത്തനത്തിൽ പറയുന്നു, കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ കാട്ടിൽ കിടക്കുന്ന ഈ മൃഗങ്ങൾക്കൊക്കെ ഓരോന്നാണ് ആഹാരം. ചിലതിന് പുല്ലാണെങ്കിൽ ചിലതിന് മാംസമാണ്, ഓരോന്നിനും ഓരോ ടൈപ്പ് ആഹാരമാണ്. ഇതിനെല്ലാം അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലത്തെയും പുലർത്തുന്നൊരു ദൈവം. ചിലയിടങ്ങളിലൊക്കെ, അമേരിക്കയിലൊക്കെ ചിലയിടങ്ങളിൽ വർഷത്തിൻ്റെ പകുതി മഞ്ഞാണ്, വർഷത്തിൻ്റെ പകുതി ചൂടാണ്. അപ്പോൾ ഈ മഞ്ഞുകാലത്ത് പലതും കിളിർക്കത്തൊന്നുമില്ല, പലതിനും ആഹാരമില്ലാതെ വരും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, വേനൽക്കാലത്ത് ഇത് മഞ്ഞുകാലത്തേക്കുള്ളതും കൂടെ സേവ് ചെയ്യും. ഈ ജീവിയോട് ഈ ബുദ്ധി ആര് പറഞ്ഞു കൊടുത്തു? സ്തോത്രം. നോക്കി, നമ്മുടെ ദൈവം ഓരോന്നിനും ഓരോ ബുദ്ധി പറഞ്ഞു കൊടുക്കുക. മഞ്ഞുമലയിലെ കുറുക്കന്മാരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. വലിയ മഞ്ഞുമലയാണ്. ഈ കുറുക്കന്മാർ കൈകൊണ്ട് മാന്തിയാൽ പോരെ, മാന്തിയ മഞ്ഞ് മാറത്തില്ല. അവർ ഉയർന്നു പൊങ്ങി തല കൊണ്ട് ഇടിച്ച് പൊട്ടിക്കും. അപ്പം മഞ്ഞ് പൊട്ടിക്കഴിയുമ്പോൾ അതിനടിയിൽ മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, അതതിൻ്റെ ആകാരം ഓരോന്നിനും വ്യത്യസ്തമാണ്. അത് പുലർത്തുവാൻ കഴിയുന്നൊരു ദൈവം. അങ്ങനെങ്കിൽ നോക്കി, ഭൂമിയെ സൃഷ്ടിച്ചു വിരിച്ചവൻ, നോക്കി, ആകാശത്തെ സൃഷ്ടിച്ചു വിരിച്ചവൻ, ഭൂമിയെ നിർമ്മിച്ചവൻ, അതിലുള്ളവർക്ക് ശ്വാസവും പ്രാണനും കൊടുക്കാൻ കഴിവുള്ള ദൈവം. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, സകലത്തെയും കീഴടക്കുവാൻ കഴിവുള്ള ദൈവം, ചോദിക്കുന്നതിനേക്കാൾ നിനക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ചെയ്തു തരാൻ കഴിവുള്ള ദൈവം. സ്തോത്രം. സകലത്തെയും സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവം. നോക്കുക, സകല ജീവജാലങ്ങളെയും പുലർത്തുവാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് 100% നിനക്ക് വിശ്വസിക്കാം. നീ കേട്ട വാഗ്ദത്തം ദൈവം അരുളി ചെയ്ത സമയത്ത് നിനക്ക് വേണ്ടി നിവർത്തിച്ചു തരാൻ അവൻ കഴിവുള്ള ദൈവമാണ്. ഈ ലോകത്തിലെ 30 മുക്കോടി പിശാചുക്കളെല്ലാം കൂടെ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാലും ഒരുപക്ഷെ നിൻ്റെ ചില വാഗ്ദത്തം അല്പം ഡിലേ വരുത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതിൻ്റെ നിവർത്തിയെ തടയാൻ ഇവിടുത്തെ ഒരു മാന്ത്രിക ശക്തിക്കും ഒരാഭിചാരങ്ങൾക്കും കഴിയില്ല. കാരണം അത് നിവർത്തിച്ചവൻ, ആ വാഗ്ദത്തം നിന്നോട് പറഞ്ഞവൻ പറഞ്ഞാൽ
ചെയ്യുന്ന സ്വഭാവമുള്ളവനാണ്. അവൻ നുണ പറയാത്തവനാണ്, സത്യം മാത്രം പറയുന്നവനാണ്, വാക്കു മാറ്റിപ്പറയാത്തവനാണ്, ഒരടി പിന്മാറാത്തവനാണെങ്കിൽ ആ സ്വഭാവമുള്ള ദൈവം നിന്നോട് പറഞ്ഞ ചെറുതും വലുതുമായ സകല വാഗ്ദത്തങ്ങളും നിനക്ക് അവൻ്റെ സമയത്ത് കൃത്യമായി നിവർത്തിച്ചു തരാൻ അവൻ കഴിവുള്ള ദൈവമാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഇത്രയും കഴിവുള്ളൊരു ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ കേട്ട വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കപ്പെടുമെന്നത് 100% വിശ്വസിക്കുക. കാരണം ക്രൈറ്റീരിയ വെച്ച് നോക്കിയാൽ, ഈ 2 ക്രൈറ്റീരിയയിൽ നാം നോക്കിയാൽ നമ്മുടെ ദൈവം അതേ ചെയ്യുന്ന സ്വഭാവമുള്ളവൻ, നിവർത്തിക്കുന്ന സ്വഭാവമുള്ളവൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദൈവത്തെ ഒരു പടി കൂടെ ആഴമായി സ്നേഹിക്കുവാൻ, ആഴമായി വിശ്വസിക്കുവാൻ, വാഗ്ദത്തങ്ങൾ അവകാശമാക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവത്തിൻ്റെ കഴിവെന്താണ്? സ്തോത്രം. ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ കഴിവും സത്യമാണെങ്കിൽ, സ്തോത്രം, നമ്മൾ കേട്ടതെല്ലാം വിശ്വസിച്ചേ മതിയാവും. പ്രിയരെ, മനുഷ്യൻ നമുക്ക് വാഗ്ദത്തം തരും. പക്ഷേ മനുഷ്യൻ്റെ വാഗ്ദത്തത്തിന് പരിമിതിയുണ്ട്. സ്തോത്രം. മനുഷ്യൻ നമുക്ക് ധാരാളം വാഗ്ദത്തങ്ങൾ തരും. സ്തോത്രം. പക്ഷെ അതിന് പരിമിതിയുണ്ട്. മനുഷ്യൻ്റെ വാഗ്ദത്തങ്ങൾ ചെയ്യാൻ പല തടസ്സങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിയാകാൻ ദൈവത്തിനൊരു തടസ്സവുമില്ല. സ്തോത്രം. എന്താ കാര്യം? നാം മുൻകൂട്ടി കാണാത്ത ഓരോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അത് നിമിത്തം നമ്മൾ പ്രോമിസ് ചെയ്യുന്ന വാഗ്ദത്തം മുടങ്ങും. അപ്പോൾ നമ്മൾ ഒരാളോട് പറയുക, അടുത്ത ആഴ്ച ബ്രദറെ ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം, ഒരു പ്രോമിസ് പറയുക. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പനി വന്നു, കിടപ്പായി. മുൻകൂട്ടി കാണാൻ പറ്റാത്ത സാഹചര്യം വന്നു, പറഞ്ഞ പ്രോമിസ് ചെയ്യാൻ പറ്റാതെ വന്നു. കണ്ടോ, നമ്മൾ പ്രോമിസ് ചെയ്യുന്ന വാഗ്ദത്തങ്ങൾ പലതും പരിമിതിയാണ്, അതിന് തടസ്സമുണ്ടെന്ന് പറയാൻ കാരണം നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത പല സാഹചര്യങ്ങളിൽ ലൈഫിൽ വരുമ്പം പലരോടും പറഞ്ഞ പല പ്രോമിസസുകളും നമുക്ക് നിവർത്തിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്തോത്രം. നമ്മുടെ ദൈവത്തിന് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. അവന് മറികടക്കാൻ കഴിയാത്ത ഒരു വിഷയവും ഉലകത്തിലില്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. എത്ര പേര് ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. പ്രിയരെ, നമ്മുടെയൊക്കെ വാഗ്ദത്തങ്ങൾ ആത്മാർത്ഥമായി തന്നെയാണ്. നമ്മൾ ചില പ്രോമിസസുകളൊക്കെ പറയുന്നത് ആത്മാർത്ഥമായി തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് ആത്മാർത്ഥമായി തന്നെയാണ് നമ്മൾ അവരോട് പലതും നമ്മൾ ചെയ്യാമെന്നും കൊടുക്കാമെന്നും ഒക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ വാഗ്ദത്തങ്ങളൊക്കെ പരിമിതി ഉള്ളതാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നിവർത്തിക്കാനൊക്കാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ വാഗ്ദത്തങ്ങൾക്കുണ്ടാവും. നമ്മൾ ചിലരോടൊക്കെ ബ്രദറെ ഞാൻ ചെയ്യാമെന്ന് പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണ്. പക്ഷേ മനസ്സിൽ ചിന്തിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, നിരൂപിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ പ്രോമിസ് ചെയ്ത പലതും നിവർത്തിക്കാൻ കഴിയാത്ത അനുഭവമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ ദൈവത്തിന് അങ്ങനൊരു വിഷയമില്ല. കാരണം ഏതു സാഹചര്യത്തെയും മുൻകൂട്ടി കാണാൻ കഴിയുന്നവനും ഏതു പ്രതിസന്ധിയും ഓവർകം ചെയ്യാൻ കഴിയുവാനും എൻ്റെ ദൈവം കഴിവുള്ള ദൈവമാണെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന സകല ആളുകളും 100% വിശ്വസിച്ചു. നീ കേട്ട വാഗ്ദത്തങ്ങളെ പൊട്ടനെ പോലെ വിശ്വസിച്ചു. കാരണം ആ വാഗ്ദത്തത്തിൻ്റെ ക്രൈറ്റീരിയ, അത് പറഞ്ഞത് പരിമിതിയുള്ള തടസ്സങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയാത്തൊരു മനുഷ്യനല്ല പറഞ്ഞത്. പിന്നെ ഉന്നതനായ ദൈവം, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്ന സ്വഭാവമുള്ള ദൈവം, സത്യം മാത്രം പറയുന്ന ദൈവം, പറഞ്ഞതിനകത്തുനിന്ന് പിന്മാറാത്ത ദൈവമാണ് നിന്നോട് പറഞ്ഞതെങ്കിൽ പറഞ്ഞ സമയത്ത് ചെയ്യാൻ അവൻ കഴിവുള്ള ദൈവമായതുകൊണ്ട് നിശ്ചയമായും അവൻ ചെയ്തിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വാഗ്ദത്തങ്ങളെ ഒരു പടി കൂടെ നമുക്ക് മുറുകെ പിടിക്കാം, ഒരു പടി കൂടെ നമുക്കതിനെ വിശ്വസിക്കാം, ഒരു പടി കൂടെ നമുക്കതിനെ കൈവശമാക്കാം. നമുക്കതിനായി കർത്താവ് സഹായിക്കട്ടെ എന്ന് അതേ ദൈവജന ചിന്തയോടുകൂടെ ഇന്നത്തെ സന്ദേശം വിരാമം കുറിക്കും. ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ അടുത്തൊരു
ഭാഗം കൂടെ 2-3 ഭാഗങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കും. അതുകൂടെ നിങ്ങൾ കേൾക്കാൻ മടിക്കരുത്. അതുകൂടെ കേട്ടാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ വലിയ അനുഗ്രഹമുണ്ടാകും. ഇപ്പോൾ നമുക്ക് തലകൾ വണക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്കിന്ന് പ്രഭാതത്തിൽ ഈ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ദൈവവചനത്തിലൂടെ ആധികാരികമായ ചിന്തകൾ ഞങ്ങൾക്ക് അങ്ങയുടെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ പ്രിയപ്പെട്ടവരെല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവർ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാൽ നിറയട്ടെ. ആ വാഗ്ദത്തങ്ങളെ ഒരു പടി കൂടെ ഹൃദയത്തിൽ ആഴമായി വിശ്വസിക്കാൻ, സാഹചര്യങ്ങൾക്ക് അതീതമായി വിശ്വസിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവം എങ്ങനെയുള്ളവനാണെന്ന് ചിന്തിപ്പാൻ അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വചനങ്ങളാണ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. താങ്ക് യു ഓൾ. ആശീർവാദം പറയാം ബിജി ബ്രദർ. ചിങ്ങളെ പക്ഷേ ആശീർവാദം കൂടെ അങ്ങ് പറ പാസ്റ്ററെ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും HTCയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കേട്ട ദൈവജനത്തോടും ദൂരത്തും ചാരത്തും മരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം ചെയ്തിരിക്കുന്ന പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, നന്ദി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.